മാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി എന്ന നിലയിൽ പരിചയപ്പെട്ടതിനേക്കാളും കൂടുതൽ അവരോട് ബഹുമാനം തോന്നിയത് അവരുടെ പ്രവർത്തനത്തെ അംഗീകരിക്കാൻ എനിക്ക് സാധിച്ചത് ഏറ്റവും താഴെ അവരോടൊത്ത് പെരുമാറാൻ, അവരോടൊത്ത് സ്നേഹത്തോടെ നിലനിൽക്കാൻ അവർക്ക് കഴിയുന്നു എന്ന വലിയ കഴിവാണ്. അച്ഛന്മാരെല്ലാം കൂടെ എനിക്ക് സമ്മാനം തന്നിട്ടുള്ള പുസ്തകങ്ങൾ, എനിക്ക് തോന്നുന്നു 10,000 രൂപയുടെ പുസ്തകങ്ങൾ, സഭാ പഠനങ്ങളുമായിട്ട് അനുബന്ധിച്ചുള്ള പുസ്തകങ്ങൾ തന്നിട്ടുണ്ട്. അതെനിക്ക് വലിയ സഹായമാണ്. ഈ സൺഡേ സ്കൂൾ എന്തുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ നമുക്ക് കുട്ടികളെ നമ്മുടെ കയ്യിൽ കിട്ടുകയാണ്. പാഠാവലി പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അവരോട് നമ്മൾ സ്വയം ഒരു മാതൃകയാവുകയും കുറേ മൂല്യങ്ങൾ, സഭയുടെ മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ അങ്ങനെ കുറേശ്ശെ അവരിലേക്ക് പകർന്നു കൊടുക്കുക. എന്തെങ്കിലും ഒരു പാളിച്ച ചിലപ്പോൾ മാതാവിന് സംഭവിച്ചിരുന്നെങ്കിൽ നമ്മൾ തന്നെ ഈ വിശ്വാസത്തിലൊന്നും ആയിരിക്കില്ലായിരിക്കാം. ഒരു സ്ത്രീ മോഡലാക്കേണ്ടത് ആ അമ്മയാണ്. ഇന്ന് നമ്മൾ വളർന്നു വരുന്ന കുട്ടികളിൽ പോലും അങ്ങനെ ഒരു സ്വാർത്ഥതയുടെ നിഴലിലാണ് അവരിപ്പോഴും മുന്നോട്ട് പോകുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ മാതാപിതാക്കൾ പോലും അതിനോട് ഒരു അനുകൂലമായ മനോഭാവം പ്രകടിപ്പിക്കാതിരുന്ന് അത്തരമൊരു അവസ്ഥയിൽ മാതാപിതാക്കൾക്ക് എത്രമാത്രം കുട്ടികളെ സ്വാധീനിക്കാൻ സാധിക്കും, അവരെ എങ്ങനെ ഈ വഴിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും? മാഡത്തിൻ്റെ മാതാപിതാക്കളെ സംബന്ധിച്ച് അവർ തന്ന അറിവും അവരുടെ അനുഭവങ്ങളും എന്തായിരുന്നു? എങ്ങനെയായിരുന്നു ഈ ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഇത്തരം ഒരു ആധ്യാത്മിക ജീവിതത്തിലേക്ക് അവരുടെ സംഭാവനകൾ എന്തൊക്കെയായിരുന്നു? ഞാൻ ഇന്ന് എന്തായിരിക്കുന്നു, എൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് എൻ്റെ അപ്പനും അമ്മയുമാണ്. ഇന്ന് പ്രായമായി തിരുവനന്തപുരത്താണ്. അവർ നൽകിയതും പകർന്നു തന്നതും പ്രോത്സാഹിപ്പിച്ചതും ഒക്കെ മാത്രമേ എനിക്കുള്ളൂ. അതുപോലെ തന്നെ ആകണം ഓരോ മക്കളും. എനിക്ക് തോന്നുന്നു ഓരോ മക്കൾക്കും അവർ കണ്ടു പഠിക്കുന്നതും കേട്ടു പഠിക്കുന്നതും എന്തായി തീരുന്നു എന്നുള്ളതും മാതാപിതാക്കൾ അവർക്ക് നൽകുന്നതിൽ നിന്നാണ്. എനിക്ക് തോന്നുന്നു ചെറുപ്പം മുതൽ ഞാൻ കണ്ടു വളർന്നത് അവരെയാണ്. എൻ്റെ അമ്മ സ്കൂളിൽ ടീച്ചറായിരുന്നു, പള്ളി സ്കൂളിലായിരുന്നു. അതുകൊണ്ട് എപ്പോഴും പള്ളിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന വ്യക്തിയായിരുന്നു. ആക്ടിവിറ്റീസിലൊക്കെ ചെറുപ്പം മുതലേ അതുകൊണ്ട് പിന്നാലെ നടന്നിട്ടാണ് എനിക്ക് തോന്നുന്നു ഈ സഭയുമായും പള്ളിയുമായുള്ള അടുപ്പം ഉണ്ടാകുന്നത്. എൻ്റെ അപ്പനാണെങ്കിൽ ഇങ്ങനെ എപ്പോഴും റിയാക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ എന്തെങ്കിലും അനീതികളോട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യും, നല്ലോണം റിയാക്ട് ചെയ്യും, വായിക്കും. ചെറുപ്പത്തിൽ അങ്ങനെ ഒരു വായനാശീലമൊക്കെ ഉണ്ടാക്കി തന്നതും കിട്ടിയതും, കുറച്ച് ഷാർപ്പായിട്ട് കാര്യങ്ങൾ പറയാൻ എന്നെ പഠിപ്പിച്ചത്, അതൊക്കെ ഞാൻ ഗെയിൻ ചെയ്തത് അവിടെ നിന്നായിരിക്കും. അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഓരോ മക്കളും അങ്ങനെയാണ്. എൻ്റെ മക്കൾ കണ്ടുപഠിക്കുന്നതും കേട്ടുപഠിക്കുന്നതും എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൽ നിന്നാണ് മാതൃകയാക്കുന്നതും. പ്രത്യേകിച്ച് പെൺകുട്ടികളെന്ന് പറയുമ്പോൾ വളരെ ഇൻഫ്ലുവൻസ്ഡാണ് അവർ അമ്മമാരുടെ ശൈലികളിൽ നിന്നാണ് അവരെല്ലാം പഠിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിപ്പോൾ 4th ഇയർ എൻജിനീയറിങ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ വളരുമ്പോഴത്തേക്കും എന്താണ് മനസ്സിലാവുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അച്ഛനും അമ്മയും എങ്ങനെയാണോ നമ്മൾ വളർന്നു വരുമ്പോഴത്തേക്ക് ഏകദേശം അതുപോലെ തന്നെയാണ്, എക്സാക്ട്ലി ദ സെയിം അതേ സ്വഭാവങ്ങളും രീതികളും ഒക്കെയാണ് നമുക്കും കിട്ടുന്നത്. അപ്പം നമ്മുടെ അച്ഛനും അമ്മയും ഈ സഭയുടെ കാര്യങ്ങളിലും അതേപോലെയുള്ള നല്ല പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിലേക്കും അതിൻ്റെ ഒരു എഫക്റ്റ് വരുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ അമ്മയുടെ പ്രവർത്തനങ്ങളിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഞാൻ ഇപ്പോൾ ഇവിടെ 12th ചെയ്യാണ് തൃശ്ശൂരിൽ. ചേട്ടൻ തിരുവനന്തപുരത്താണ്. അതുകൊണ്ട് അമ്മ സഭാകാര്യങ്ങളായിട്ട് നടക്കുമ്പോൾ വീട്ടിൽ സമയം അധികം ചിലവഴിക്കാൻ പറ്റാറില്ല. എന്നാലും അതിൻ്റെ ഒരു പരാതിയൊന്നും ഞാൻ പറയാറില്ല. ഞാനും ഹാപ്പിയാണ് അമ്മയുടെ ഈ ചെയ്യണോണ്ടൊക്കെ. ഇന്ന് സാമൂഹ്യ രംഗത്ത് അതിനൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ കൃഷിയിൽ പോലും ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വിത്തുൽപാദനവും മറ്റും നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ പ്രകൃതിയുടെ ചൂഷണം എത്രമാത്രം കൂടുതലായി നാം കാണുന്നു, അല്ലെങ്കിൽ പ്രകൃതിയുടെ ചൂഷണമാണോ അത് എന്നുള്ള ഒരു സംശയം നമുക്കുണ്ട്. ഈ പ്രശ്നത്തെ എങ്ങനെയാണ് മാഡം കൈകാര്യം ചെയ്യുന്നത്? തീർച്ചയായും പുരോഗമനത്തിൻ്റെ പടികൾ നമ്മൾ ചവിട്ടി കയറിയപ്പോൾ ഒരുപാട് പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ തിക്തഫലങ്ങളും നമ്മൾ അനുഭവിച്ച് തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് എന്നൊക്കെ പറഞ്ഞല്ലേ, നമ്മൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ തിക്തഫലങ്ങളാണ്. എന്നാൽ ഇതൊക്കെ ഉപേക്ഷിച്ച് തിരിച്ച് നമുക്ക് പോകാനൊരു സാധ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല താനും.
ജീവിത സാഹചര്യങ്ങൾ മാറ്റാൻ ആരും തയ്യാറാവില്ല. ഇനിയുള്ള കിട്ടിയ സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിക്കുവാൻ പറഞ്ഞാൽ ആരും തയ്യാറാവില്ല. പിന്നെ എന്താണ് ഒരു പ്രതിവിധി എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കേണ്ടിയുള്ളൂ. അപ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഓരോ പ്രകൃതി വിഭവവും നമ്മൾ ചൂഷണം ചെയ്യുമ്പോൾ, വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ വെള്ളം, ജലം, ഏറ്റവും അധികം മഴ ലഭിക്കുന്ന, ലോകത്തിൽ തന്നെ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന ഒരു പ്രദേശമാണ് കേരളം. പക്ഷേ മഴ കഴിഞ്ഞാൽ പിറ്റേന്ന് മുതൽ ചിലപ്പോൾ ഇവിടെ കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയാണ് പലർക്കും ഉള്ളത്. ഇനി ഇതെല്ലാം ഉള്ള സ്ഥലങ്ങളിലും നമ്മളിപ്പോൾ ട്യൂബ്വെല്ലുകൾ കുഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഭൂഗർഭജല വിധാനം താഴ്ന്നുകൊണ്ടേയിരിക്കുക എന്നാണ് ഞങ്ങൾ ശാസ്ത്രജ്ഞരുടെ കണക്ക്. അപ്പോൾ എന്താണ് അതിനൊരു പ്രതിവിധി എന്ന് ആലോചിക്കുമ്പോഴാണ് മഴവെള്ള കൊയ്ത്തിനെക്കുറിച്ച്, മഴവെള്ള സംഭരണത്തെക്കുറിച്ച് ഒക്കെ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഒരിക്കലും നമ്മൾ ആരും അതിനെക്കുറിച്ച് ബോധേഡല്ല. ഇന്നും കേരളത്തിൻ്റെ പബ്ലിക്ക് ഏറ്റവും നിസ്സാര വില കൽപ്പിക്കുന്ന ഒരു കാര്യമാണ് വെള്ളം എന്നുള്ളത്. കാരണം അവനവൻ്റെ പറമ്പിൽ വീഴുന്ന വെള്ളം അവിടെ തന്നെ താഴ്ത്തി ഇറക്കുക എന്നുള്ള കടമ എത്ര പേര് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ടൈലുകൾ ഇടണ്ടേ, മുറ്റം വൃത്തിയാക്കണ്ടേ, ഭംഗിയാക്കണ്ടേ, ചെയ്തോളൂ. പക്ഷെ എവിടെയെങ്കിലും ഒരു മൂലയിലേക്ക് ആ വെള്ളത്തെ ഒഴുക്കി വിട്ട് ഭംഗിയായി തന്നെ ചെയ്യാൻ, ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് അവിടെ കിണറുകൾ ഇന്നത്തെ കാലത്ത് വെള്ളം വലിച്ചെടുക്കുവാൻ മാത്രമല്ല, വെള്ളം താഴ്ത്തി ഇറക്കുവാനും കിണറുകൾ ആവശ്യമുള്ള സമയമാണിപ്പോൾ. അത്തരം ചിന്തകൾ എവിടെയുണ്ട് നമുക്ക്? ഇപ്പോൾ പാടങ്ങൾ നികത്തി കെട്ടിടങ്ങൾ പണിയരുത് എന്ന് നമ്മൾ പറയും. ചിലപ്പോൾ അത്യാവശ്യത്തിന് നമുക്ക് പണിയേണ്ടി വരും. കാരണം ഒരാൾക്കൊരു വീടിന് മറ്റൊരു സ്ഥലം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, വലിയ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, അതിന് അനുവാദം നമ്മൾ കൊടുക്കാറുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ, ചെറിയ സ്ഥലങ്ങൾ നികത്തുവാൻ വേണ്ടി. പക്ഷെ അപ്പോഴും നാം കാർക്കശ്യം പിടിക്കേണ്ടിയിരിക്കുന്നു. അവിടുത്തെ ജലം ഭൂമിയിലേക്ക് ഇറക്കി വിടുവാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളുണ്ട്, അത് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും അത് പ്രാവർത്തികമാക്കുവാനും ശ്രമിക്കേണ്ടിയിരിക്കുന്നു. കൃഷിയിൽ ഹൈ ടെക്നോളജി വരുന്നു എന്ന് പറയുന്നത്, അല്ലെ സാങ്കേതിക വിദ്യകളിൽ ഇത് വരുന്നു എന്ന് പറയുന്നത്, സ്ഥലം കുറഞ്ഞുകൊണ്ടിരിക്കുകയും അധ്വാനിക്കുവാനുള്ള ആളുകളുടെ എണ്ണം കുറയുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ സാങ്കേതിക വിദ്യ കൃഷിയിലേക്ക് വന്നത്. എല്ലാ തരം ഇപ്പം റിമോട്ട് സെൻസിങ് ടെക്നോളജി വരെ കൃഷിയിൽ ഉപയോഗിക്കുന്നുണ്ട്. പെട്ടെന്ന് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും വേണം. നമുക്ക് ഭക്ഷണം കൂടുതൽ ഉൽപ്പാദിപ്പിക്കണം, ആളുകളുടെ എണ്ണം കൂടി വരികയാണ്, സ്ഥലം കുറഞ്ഞു വരികയാണ്, അധ്വാനിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അങ്ങനെ വരുമ്പോൾ ഹൈ ടെക്നോളജി വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ വളരെ കൃത്യതയോടുകൂടി ചെയ്യണമെന്നുള്ളത് നമ്മൾ ശീലിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ മരുന്ന് തളി, പണ്ട് എല്ലാം ഇപ്പോൾ കൃഷിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓർഗാനിക്കായിരുന്നു, ജൈവിക മാർഗങ്ങളിലൂടെ. അന്ന് പശു ഉണ്ടായിരുന്നു. ഇന്ന് എത്ര പേർക്ക് കാലികളെ വളർത്താൻ സാധിക്കുന്നുണ്ട്? അല്ലെങ്കിൽ ജീവിത സാഹചര്യം മാറിയപ്പോൾ നോക്കാൻ ആളില്ല, സമയമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത്ര ഒരു സംസ്കാരം മാറി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആരെങ്കിലും ഉൽപ്പാദിപ്പിച്ച്, ജൈവികമായി ഉൽപ്പാദിപ്പിച്ച് നമുക്ക് കൊണ്ടുവന്നാൽ നാം കഴിക്കാമെന്ന് പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. നമ്മുടെ പക്ഷത്ത് നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. മറ്റുള്ളവർ നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്നുള്ള പഴിചാരുന്നതുകൊണ്ടായില്ല. വളരെ ശ്രദ്ധയോടെ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഓരോ പൗരനും ആ ഒരു ചിന്ത വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയോ തിങ്കിങ്ങോ ഒന്നും ഇന്ന് വരെ ഒരു കാര്യത്തിലും ഞങ്ങളില്ല. ഈ മലിനമാക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒരു ബാഗും കയ്യിൽ പിടിച്ച് എല്ലാവർക്കും കടകളിൽ പോകാവുന്നതേ ഉള്ളൂ. നമ്മൾ എത്ര പേര് അത് ചെയ്യുന്നുണ്ട്? അതിന് പകരമാണ് ഈ പ്ലാസ്റ്റിക് ഉറകൾ മുഴുവൻ വാങ്ങി നമ്മൾ വീട്ടിൽ എത്തിക്കുന്നത്. നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നിർബന്ധമായും ഇന്നെല്ലാം പ്ലാസ്റ്റിക്കിൽ പാക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ വീട്ടിലെത്തും. നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അത്ര റീയൂസബിൾ ആയിട്ടുള്ള ഒരു സഞ്ചിയും കൊണ്ട് പോവുക എന്നുള്ളതാണ്. അത് നമ്മൾ ചെയ്യാറില്ല. വാഹനം ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഞാൻ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ എപ്പോഴും പറയും, നിങ്ങളെങ്കിലും ഒന്ന് നടന്നു വന്ന് കാണിച്ചു കൊടുക്കുമെന്ന് പറയും. ഇല്ലേ, നടന്നു പോകാവുന്ന പോലും നമ്മൾ ചെയ്യാൻ. അപ്പോഴൊക്കെ ഈ വലിയ സാങ്കേതിക വിദ്യകളെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മളത് ചെയ്യാൻ മടി കാണിക്കുന്നവരാണ് നമ്മൾ. കുറച്ചൊക്കെ അതൊക്കെ ചെയ്യാൻ എനിക്ക് തോന്നുന്നു. ഫ്യൂവൽ കൺസർവേഷൻ അങ്ങനെ നമുക്ക് ചെയ്യാം, അല്ലേ? ഇന്ധനം ലാഭിക്കാൻ സാധിക്കും നമുക്ക്. വീട്ടമ്മമാർക്ക് തന്നെയാണ് വെള്ളത്തിൽ, ഞാൻ എപ്പോഴും പറയും സ്ത്രീകളാണ് വാട്ടർ മാനേജേഴ്സ് എന്ന് പറയും. എൻ്റെ സ്പെഷ്യലൈസേഷൻ ഈ ജലപരിപാലനത്തിൽ, അതുകൊണ്ടാണ് ഞാൻ അത് എക്സാമ്പിളായിട്ട് എടുത്തത്. അപ്പോൾ സ്ത്രീകൾക്ക് തന്നെ കുറച്ച് മടിയൊക്കെ കുറയ്ക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ വീടിനുള്ളിലും വീടിനനുബന്ധിച്ചുമുള്ള കാര്യങ്ങൾ നമുക്ക് ലാഭിക്കുവാൻ സാധിക്കും.
സാങ്കേതിക വിദ്യകൾ കൂടുന്നതുകൊണ്ട് ദോഷമില്ല, പക്ഷെ അത് കൈകാര്യം ചെയ്യുന്ന വിധമാണ് സൂക്ഷിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അത് നമ്മളെപ്പോഴും മറ്റുള്ളവൻ്റെ നേരെ കൈ ചൂണ്ടാനാണ് ശ്രമിക്കാറ്. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതെ ചെയ്യാൻ കുറച്ചുകൂടെ പ്ലാനിങ്ങോടുകൂടി, കൃഷിയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ കുറച്ചുകൂടെ പ്ലാനിങ്ങോടുകൂടി കുറച്ചുകൂടെ ശ്രദ്ധ ചെലുത്തി കീടനാശിനികളും രാസവളങ്ങളും ഇതൊന്നും പ്രയോഗിക്കാതെ കൃഷി ചെയ്യാൻ സാധിക്കില്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ വീട്ടിലും പശുവുണ്ട്, ധാരാളം ചാണകമുണ്ട്, അതിനോടനുബന്ധിച്ച് കിട്ടുന്ന മറ്റ് ഗുണങ്ങളുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് കുറച്ച് ഏരിയയിൽ നിന്ന് ഇതൊന്നുമില്ലാതെ ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പറയുമ്പോഴാണ് രാസപ്രയോഗം കൂടുന്നത്. അതിലും നമ്മൾ മിതത്വം പുലർത്താൻ ഞങ്ങളെപ്പോലുള്ളവർ തന്നെ ആണ് അതിന് ശ്രമിക്കേണ്ടത്. ഞങ്ങൾ ശ്രമിക്കുന്നു ഇപ്പോൾ എന്നാണ് പറയുവാനുള്ളത്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സഭ തന്നെ എൻവയൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഒരുപാട് മുൻകൈ എടുത്തു. ഇപ്പോൾ കഴിഞ്ഞ തൃശ്ശൂർ അതിരൂപതയിലൊക്കെ വളരെ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് അഭിമാനപൂർവ്വം പറയാം. ഞാൻ അതിലൊരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ളതെന്നുണ്ട്. ഇപ്പോൾ പച്ചക്കറി കൃഷി തോട്ടങ്ങൾ, കിച്ചൺ ഗാർഡൻസ്, ടെറസിൽ പച്ചക്കറി കൃഷി, അല്ലെങ്കിൽ പള്ളിമുറ്റങ്ങളിൽ ഹരിതവൽക്കരിക്കുവാനുള്ള ശ്രമം. ഞാനിടയ്ക്ക് പറയുമായിരുന്നു, ഈ മരിക്കുമ്പോൾ ജീവിതത്തിൽ ഷൂസ് ഇട്ടിട്ടില്ലാത്ത വ്യക്തിയായിരിക്കാം, പക്ഷേ നമ്മൾ ഒരു പ്ലാസ്റ്റിക് ഷൂ കുത്തി കയറ്റിയാണ് വിടുന്നത്. അതവിടെ അഴുകാതെ കിടക്കുന്ന ഒരു വസ്തുതയാണ്. എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, തൃശ്ശൂർ അതിരൂപതയിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇത്തരം ചിന്തകളിലും കാര്യങ്ങളിലും പ്രകൃതി സംരക്ഷണ മേഖലയിലും ഒക്കെ നല്ലൊരു മാറ്റം സംഘടനകളുടെ നേതൃത്വത്തിൽ, ഇടവകളുടെ നേതൃത്വത്തിൽ ഒക്കെ വന്നിട്ടുണ്ട്. മാത്രമല്ല എൻ്റെ വിശ്വാസത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ വിശ്വാസം അങ്ങനെ തന്നെയാണ്, ഇത് മുഴുവൻ സൃഷ്ടിച്ചത് ഇത്ര മനോഹരമായി സൃഷ്ടിച്ചത്. ഇതെല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞ് ദൈവം പറഞ്ഞാൽ അത് ഇത്ര ഭംഗിയായിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ, മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനോഹരമായി ഇന്ന് നിലനിർത്തിക്കൊണ്ട് പോകുന്നതും ദൈവത്തിൻ്റെ ഒരു പരിപാലനയാണ്. ആ പരിപാലനയോട് ചേർന്ന് പ്രവർത്തിക്കുവാനാണ് നാം ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ധാർമ്മിക ബോധ്യവും നമുക്കുണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ. ഞാൻ എപ്പോഴും ശ്രമിക്കാറ്, ഞാൻ ശാസ്ത്രത്തിൽ പഠിച്ചത് ഈ ഒരു ദൗത്യത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ടാണ്. ദൈവം നിർമ്മിച്ച ഒരു പൂ പോലും നമുക്കൊരു നിറം പോലും മാറ്റാൻ സാധിക്കില്ല, ആ സൗന്ദര്യം മാറ്റാൻ സാധിക്കില്ല. ഒരു പൂമ്പാറ്റയുടെ സൗന്ദര്യം നമുക്ക് എത്രത്തോളം ഉണ്ടല്ലേ. അപ്പോൾ അതൊക്കെ പരിപാലിച്ചു കൊണ്ടുപോകാനുള്ളൊരു കടമയാണ് ദൈവം ഈ പറുദീസ നമ്മെ ഏൽപ്പിച്ചപ്പോൾ തന്നത് എന്നുള്ളതാണ്. എൻ്റെ പഠനം അല്ലെങ്കിൽ എൻ്റെ ഔദ്യോഗികമായ പ്രവർത്തനങ്ങൾ അതിലേക്ക് എത്തിക്കുവാനാണ്, ആ പരിപാലനയിലേക്ക് എത്തിക്കുവാനാണ്. അപ്പോൾ എൻ്റെ സഹപ്രവർത്തകരെയും ഞാൻ ഇടപെടുന്ന കർഷകരെയും പബ്ലിക്കിനെയും ഒക്കെ ആ ഒരു ബോധ്യം നൽകുവാനാണ്. എനിക്ക് തോന്നുന്നു എന്നിൽ കൂടെ ദൈവം അതും ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പ്രകൃതി സംരക്ഷണം എന്നുള്ളൊരു ദൗത്യം കൂടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നിർവഹിക്കാൻ കൂടി ഞാൻ ശ്രമിക്കാറുണ്ട്. പ്രകൃതിയുടെ ചൂഷണം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം ഇന്ന് ജനങ്ങൾ ഏറ്റവും അധികം ആഡംബരത്തിനും ദൂരത്തിനും വേണ്ടി വിനിയോഗിക്കുന്നു. അതിൽ നല്ലൊരു പങ്ക് സ്ത്രീകൾക്കുമുണ്ട്. ഈ സ്ത്രീകളുടെ ഏറ്റവും കൂടുതലായുള്ള ഈ ആഡംബരത്തോടുള്ള മോഹത്തെ എങ്ങനെയാണ് പുറകോട്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് അവർക്ക് പിന്തിരിയാനായിട്ട് എന്തൊക്കെ മാർഗങ്ങൾ നമുക്ക് നിർദ്ദേശിക്കാം? എനിക്ക് തോന്നുന്നു ഒരു ഗ്രൂപ്പ് ഇഫക്റ്റും ഉണ്ട്, ഇൻഡിവിജ്വൽ ഇഫക്റ്റും ഉണ്ട്, ഗ്രൂപ്പ് ഇഫക്റ്റും ഉണ്ട്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, ഈ ഇടുന്ന സ്വർണത്തിലോ പളപളാന്നുള്ള വസ്ത്രങ്ങളിലോ അല്ല നമ്മുടെ സൗന്ദര്യം എന്നൊരു ബോധ്യം ഓരോരുത്തർക്കും വേണം. അത് കുഞ്ഞുനാളിലെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അപ്പനും അമ്മയും ഇൻസ്റ്റിൽ ചെയ്യേണ്ട ഒരു ഇതാണെന്ന് തോന്നുന്നു, മൂല്യമാണത്. ഈ പുറമേയുള്ള മോടികളിലല്ല സൗന്ദര്യം എന്നുള്ള ചിന്ത ആദ്യം സ്ത്രീകളിൽ വേണം. രണ്ടാമത്, എല്ലാവരും ഇങ്ങനെ ആയിത്തീരുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോരുത്തർ മനുഷ്യനല്ലേ, അത് മനുഷ്യൻ്റെ ആഗ്രഹമാണ്. ഞാൻ കുറ്റം പറയില്ല ഒരിക്കലും. നമുക്കും കുറച്ചുകൂടെ അങ്ങനെയൊക്കെ ആയിക്കൂടെ എന്ന് ഓരോരുത്തർ അങ്ങനെയാണ് ഈ ഇതിലേക്ക് വന്നുപെടുന്നത് പലരും, കുറേ പേര്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് മുകൾ തട്ടിൽ നിന്ന് തന്നെ താഴെയുള്ള ആൾക്കാരെ അല്ല ഞാനത് കാണുന്നത്. എന്തായാലും സമൂഹത്തിൽ പല തട്ടുകളുണ്ട്. ഈ മുകളിലുള്ളവർ കാണിക്കുന്നത് അനുകരിക്കുവാനാണ് താഴെയുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ ഞാൻ അതിന് കുറ്റം പറയുകയില്ല. വിദ്യാഭ്യാസവും വിവരവും പണവും ഉള്ളവർ ആദ്യം ഇതിൽ നിന്ന് പിൻവാങ്ങണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. എൻ്റെ ആഗ്രഹം അതാണ്. ധൂർത്ത്, ആഡംബരം, ഈ പറയുന്ന പോലെ വണ്ടികൾ മാറ്റി മാറ്റി ഉപയോഗിക്കുക. അപ്പോഴാണ് എന്തെങ്കിലും ഒരു വണ്ടി വേണമെന്ന് ആഗ്രഹിക്കാത്തവർ, ഒരു ഡയമണ്ടിൻ്റെ പരസ്യങ്ങൾ കൂടി വരുന്തോറും ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും
പണമുള്ളവരുമൊക്കെ അത് വാങ്ങിക്കൂട്ടുമ്പോൾ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റെങ്കിലും ഇടാനാണ് മറ്റുള്ളവർ ശ്രമിക്കുന്നത് അല്ലേ? അങ്ങനെ ഒരു ചിന്തയാണ് സ്ത്രീകളുടെ ഇടയിൽ പൊതുവെ. അതിപ്പോൾ നമുക്ക് അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ സ്ത്രീ തന്നെ സ്വയം, എനിക്ക് തോന്നുന്നു ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ അങ്ങനെ ഒരു സൗന്ദര്യബോധത്തോടു കൂടിയാണ്. അത് എനിക്ക് പറയാനുള്ള 2 ലെവലിലാണ്. ആദ്യം അവനവനിൽ തന്നെ ഒരു ബോധ്യം വേണം. അതിനുള്ള ഒരു പ്രചാരണം നമ്മൾ നടത്തണം. ഇതല്ല സൗന്ദര്യത്തിൻ്റെ മാനദണ്ഡം, ഒരാൾക്ക് ഒരു സമൂഹത്തിലുള്ള സ്ഥാനത്തിൻ്റെ മാനദണ്ഡം ഇതല്ല. നീറ്റ്ലി ഡ്രസ്ഡ് ആയിരിക്കണം, പ്രോപ്പർലി ഡ്രസ്ഡ് ആയിരിക്കണം. ബീച്ചിലിടേണ്ടത് ബീച്ചിലും പള്ളിയിലിടേണ്ടത് പള്ളിയിലും ഇടണം എന്നുള്ളൊരു വിവേചനം സ്ത്രീകൾക്ക്, ആ ഒരു ബുദ്ധി ആദ്യം വേണം. അല്ലാതെ വളരെ വിലപിടിപ്പുള്ളതിലല്ല കാര്യം, പക്ഷെ ആ വിവേചനമാണ് വേണ്ടത്. രണ്ടാമത് മൊത്തത്തിലുള്ള സമൂഹം മാറേണ്ടിയിരിക്കുന്നു കേരളത്തിൽ എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ എന്താ ആനയ്ക്ക് നെറ്റിപ്പട്ടം കെട്ടിയതുപോലെ ആഭരണങ്ങൾ ഇട്ടുകൊണ്ട് അത് പരസ്യപ്പെടുത്തുമ്പോൾ, വിവാഹം ഇങ്ങനെ ത്തിൻ്റെ ഫോട്ടോകളൊക്കെ വരുമ്പോൾ അങ്ങനെ ഇടുമ്പോൾ സ്വാഭാവികമായും മറ്റുള്ളവർക്കും അതിലേക്ക് അവനവന് തന്നെ ഒരു പ്രശ്നം വരും. അപ്പം അത് സമൂഹം തന്നെ ഈ ഒരു ഭ്രമങ്ങളോട് കുറച്ചൊരു അറുതി വരുത്തേണ്ട കാര്യം കാലമായി എന്ന് എനിക്ക് തോന്നുന്നു. മറ്റെല്ലാത്തിലും കേരളത്തിൽ വൻ പുരോഗതിയാണ്. ഈ സ്വർണ്ണഭ്രമം, സ്വർണം വാങ്ങിച്ചോളൂ, ഇനി ആർക്കെങ്കിലും പണമുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന രീതിയിൽ വാങ്ങി എവിടെയെങ്കിലും വെച്ചോളൂ. പക്ഷേ ഇതിങ്ങനെ പ്രദർശിപ്പിക്കുമ്പോഴാണ് മറ്റുള്ളവർക്കും അതിലേക്കുള്ള ഒരു ആഗ്രഹം വരികയും, ഇപ്പം ഇത് സ്വർണത്തിൻ്റെ കാര്യം മാത്രമല്ല, എല്ലാ ആഡംബരത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. ആൺകുട്ടികളാണെങ്കിലും അങ്ങനെയാണ്, പെൺകുട്ടികൾ മാത്രമല്ല. ഈ മൊബൈലുകൾ ഇപ്പോൾ ഒരു ആഡംബരമായി മാറിയിരിക്കുകയാണ്. മറ്റൊരു പണം ചിലവാക്കുന്ന മേഖലയാണ് കുട്ടികൾ. ഒരു മൊബൈൽ മാറ്റി മറ്റൊന്ന് വാങ്ങി കൂടുതൽ സൗകര്യങ്ങളുള്ള മൊബൈലുകൾ വാങ്ങുക എന്നൊക്കെ ഉള്ളത് എല്ലാവരുടെയും കയ്യിൽ അത്തരം മുന്തിയ മൊബൈലുകൾ കാണുന്ന കാലമാണിത്. ഇത് ഒന്ന് മാറി ഒന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആഡംബരം പല മേഖലകളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ മൊത്തത്തിൽ സമൂഹം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വാഹനങ്ങൾ തന്നെ മാറി മാറി വാങ്ങുന്നു. എനിക്കറിയില്ല അതിൻ്റെ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള എഫക്റ്റ് എനിക്കറിയില്ല. പക്ഷേ ഇത് ഞാൻ പറയുന്ന ഇതിൽ മൊത്തത്തിൽ സമൂഹം തന്നെ ഒരു തീരുമാനം എടുക്കേണ്ട കാലം വന്നു. എനിക്ക് തോന്നുന്നു സഭാ മക്കൾ അതിന് എല്ലാത്തിനും, എല്ലാ നല്ല കാര്യത്തിനും നേതൃത്വം എടുക്കുന്നത് പോലെ നാം തന്നെ അതിന് നേതൃത്വം എടുക്കണം. അല്ലാതെ മറ്റുള്ളവർക്ക് ദുർമാതൃകയാകുന്ന ഒരു സ്ഥിതി ഇന്നുണ്ട് ഇക്കാര്യങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ. അത് മാറ്റണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ സ്ത്രീകൾക്കേ എല്ലാം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു വീടിനുള്ളിൽ അവരുടെ മക്കൾ എന്ത് ചെയ്യുന്നു, ഭർത്താവിൻ്റെ കാര്യങ്ങളാണെങ്കിലും മക്കളുടെ കാര്യങ്ങളാണെങ്കിലും കുടുംബത്തിനുള്ളിൽ ഓരോ കുടുംബത്തെയും നിയന്ത്രിക്കാൻ സാധിക്കുന്നത് ആ കുടുംബനാഥയ്ക്കാണ്. അപ്പം എന്താണ് സ്ത്രീക്ക് ചെയ്യാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ എല്ലാം സ്ത്രീക്ക് ചെയ്യാൻ സാധിക്കും. ഈ പറഞ്ഞ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു സ്ത്രീയുടെ കൈകളിലാണ് എല്ലാം ഉള്ളത്. അത് ആ വാല്യൂസ് പകർന്നു കൊടുക്കുമ്പോൾ ചെറുപ്പം മുതലുള്ളതാണെങ്കിലും ഇപ്പം നിയന്ത്രണം വരുത്തേണ്ട അവസരങ്ങളിൽ നിയന്ത്രണം വരുത്തുവാനാണെങ്കിലും സ്ത്രീക്ക് സാധിക്കും. ആ ബോധ്യവും സ്ത്രീക്ക് ഉണ്ടാവണം. ആദ്യം എനിക്കൊന്ന് മാതാവിനെ ഇല്ലേ നമ്മളെല്ലാവരും ഒരു മാതൃകയായി സ്വീകരിക്കേണ്ടത്. എത്ര സിമ്പിളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞു തുടങ്ങിയോണ്ടും അത് ജീവിതത്തിൻ്റെ അവസാനം വരെ ക്ലേശങ്ങളിലും സഹനത്തിലും സഭയെ സ്ഥാപിക്കുന്നതിനുള്ള നേതൃത്വം എടുക്കുന്നതിനും ഒക്കെ മാതാവാണ്. മാതാവാണ് എനിക്ക് തോന്നുന്നു ക്ഷമയോടുകൂടി. ഞാൻ ഈ ഇടയ്ക്ക് മാതാവിനെ കുറിച്ച് ഇങ്ങനെ വായിക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ നമ്മൾ മാതാവിൻ്റെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, ദയ, കരുണ, അനുസരണം, പ്രാർത്ഥന ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിൽ ഒന്ന് എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തത് ഹീറോയിക് പേഷ്യൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ക്ഷമയോടുകൂടി സ്ത്രീകൾ ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ഇടപെടുകയും എന്ത് തിന്മയും തിരുത്താൻ സ്ത്രീകളെല്ലാവരും കൂടെ വിചാരിച്ചാൽ സാധിക്കും. പക്ഷെ ഒരാൾ വിചാരിച്ചാൽ സാധിക്കില്ല. പ്രത്യേകിച്ച് ഈ ആഡംബരവും ധൂർത്തും ചൂഷണം, ഈ അമിതമായ ചൂഷണവും ഈ ആഡംബരത്തിൽ നിന്നൊക്കെയാണ് വരുന്നത്. ഒരു വീട് കഴിഞ്ഞ് അടുത്ത വീട് വലിയ വലിയ കൊട്ടാരങ്ങളിൽ വേണ്ട എന്നുള്ളതല്ല, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച്. പക്ഷേ എല്ലാത്തിനും ഒരു മിതത്വം വേണം എന്നുള്ള ഒരു ശീലം നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. സ്ത്രീകൾക്ക് ആണ് അതിൻ്റെ മുഴുവൻ കൺട്രോളും ഉള്ളത്. ഇത്തരം കാര്യങ്ങളിൽ മാതാവിനെയാണ് സ്ത്രീ മാതൃകയാക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാഡം പറഞ്ഞല്ലോ കർഷകരുമായിട്ടാണ് കൂടുതൽ ഇടപഴകേണ്ടി വരികയെന്ന്. കർഷകരെ സംബന്ധിച്ച് നമ്മൾ പറയും അല്ലെ, ഈ ഗ്രാമത്തിൻ്റെ സൗന്ദര്യം പോലെ തന്നെ കർഷകരുടെ മനസ്സും വളരെ നിഷ്കളങ്കമായ മനസ്സാണെന്ന് പറയും. അപ്പോൾ അവരും ഒരുപാട് ജീവിത പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും നമ്മുടെ അടുത്തേക്ക് ഓടിയെത്തുണ്ടാവുക.
അപ്പോൾ അവരുടെ മനസ്സിലേക്ക് മാഡത്തിന് എത്രമാത്രം ഇറങ്ങി ചെല്ലാൻ സാധിച്ചിട്ടുണ്ട്? ഞാൻ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ എപ്പോഴും ഒരു മുഖത്ത് നോക്കി ക്ലാസ് എടുക്കാൻ, ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്ത് ക്ലാസ് എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. ഒരു 100 പേരിരുന്നാൽ കൂടി ഞാൻ ആ ഒരു ക്ലാസ് കഴിയുമ്പോൾ ഒരു 5 ആളുടെ പേരെങ്കിലും ഞാൻ പഠിച്ചിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുകയും പറയുകയും എല്ലാവരെയും ആ ഒരു സന്തോഷത്തിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന സന്തോഷം. എനിക്കൊരു ആനന്ദമാണ് ഈ ഇതെല്ലാ പ്രവർത്തനങ്ങളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന എൻ്റെ ഒരു പൊതുവായിട്ടുള്ളൊരു സ്വഭാവം എപ്പോഴും സന്തോഷിച്ച് നടക്കുക എന്നുള്ളത്. കർഷകർ എന്ന് പറഞ്ഞാലേ ഭയങ്കര പ്രശ്നങ്ങളാണ് അവർക്ക്. ഒന്നാമത് ഈ കാലാവസ്ഥാ പ്രശ്നങ്ങൾ തന്നെയല്ല, മാർക്കറ്റ് ഒരു വിപണി അവർക്ക് വലിയൊരു പ്രശ്നമാണ്. ഈ വിലയുടെ ഏറ്റക്കുറച്ചിലുകൾ അവരെ അതിഭീകരമായി അവരെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ആ സങ്കടങ്ങളോട് കൂടി തന്നെ ആയിരിക്കും എപ്പോഴും അവർ ക്ലാസ്സുകളിലേക്കൊക്കെ വരാറില്ല. അല്ലെങ്കിൽ ഞങ്ങളെ സമീപിക്കുമ്പോൾ നേരിട്ട് വരുമ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുമായിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ തിരിച്ച് നമ്മൾ സന്തോഷത്തോടു കൂടി അവർക്ക് എന്തെങ്കിലും മാർഗം തരാം, സഹായിക്കാം, ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ആ ഒരു എനിക്ക് തോന്നുന്നു ആ മൊത്തത്തിലുള്ള നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അവരിലേക്കും പകർന്നു കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അവരതുപോലെ സന്തോഷിച്ചിട്ട് ഉല്ലാസത്തോടു കൂടിയാണ് എൻ്റെ ഓരോ ക്ലാസ്സും കൺക്ലൂഡ് ചെയ്യുന്നതെന്നും എനിക്ക് തോന്നുന്നു. മേരി റെജീന ടീച്ചറിനെ ഞങ്ങൾക്ക് 6 വർഷമായി പരിചയമുണ്ട്. ഞങ്ങളുടെ ട്രെയിനിങ് കാലം മുതൽ ടീച്ചറുമായി ഞങ്ങൾ വളരെ അടുത്ത സൗഹൃദത്തിലാണ്. ടീച്ചർ പൊതുപ്രവർത്തനങ്ങളിലും സഭാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങളുമായും ഞങ്ങൾ 25 പേരുണ്ട് ഇവിടെ. ഞങ്ങൾ ആ 25 പേരുമായും ടീച്ചർ വളരെ സൗഹൃദത്തിലാണ്. ഞങ്ങൾക്ക് 6 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് പച്ചക്കറി വിത്ത് ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ടീച്ചർ ഞങ്ങൾക്ക് 3 മാസത്തെ ട്രാക്ടർ പരിശീലനം നടത്തുകയും അതിൽ ഞങ്ങളുടെ 3 പേർ ട്രാക്ടർ ഡ്രൈവിംഗ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീ എന്ന നിലയിൽ മാഡത്തിന് നമ്മുടെ സ്ത്രീ സമൂഹത്തോട് പറയാനുള്ള ഏറ്റവും വലിയ സന്ദേശം എന്താണ്? ആധ്യാത്മിക രംഗത്തേക്കും സാമൂഹ്യ രംഗത്തേക്കും കൂടുതൽ ഊർജ്ജത്തോടുകൂടി പ്രവർത്തിക്കാനായി അവർക്ക് എന്ത് സന്ദേശമാണ് മാഡത്തിന് കൊടുക്കാനുള്ളത്? സ്ത്രീകളാണ്, ഞാൻ എപ്പോഴും പറയും, ഈ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് സ്ത്രീ ശക്തിയാണ്. അടിസ്ഥാനപരമായി കുടുംബത്തിൻ്റെ ഭദ്രത മുതൽ തുടങ്ങിയാൽ സമൂഹ ഭദ്രത ഇരിക്കുന്നത് സ്ത്രീകളുടെ കൈകളിലാണ്. വളരെ ബുദ്ധിപൂർവ്വം കൗശലത്തോടുകൂടി ചുറ്റുമുള്ളവരിൽ നിന്ന് വ്യത്യസ്തമല്ലാതെ ചുറ്റുമുള്ള നമ്മുടെ സാഹചര്യങ്ങളെ നമുക്ക് അനുകൂലമാക്കിയെടുത്ത് അല്ലെങ്കിൽ ആ സാഹചര്യത്തോട് ഇണങ്ങിച്ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകൾക്ക് ചെയ്യുവാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ എന്തൊക്കെ പ്രശ്നങ്ങൾ, ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, നമ്മൾ പത്രമാധ്യമങ്ങൾ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിലെല്ലാം തന്നെ സ്ത്രീകൾ ഇൻവോൾവാണ്. പലപ്പോഴും കുടുംബ ഭദ്രതയില്ലായ്മയാണ് ആ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ആ കുടുംബ ഭദ്രതയില്ലായ്മ ഇല്ലാത്തൊരു സിറ്റുവേഷൻ, അത് ഓവർകം ചെയ്യുവാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിന് ഇപ്പോൾ താഴേക്കടയിലുള്ളവർ, വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അത്തരം ഒരു സ്ട്രോങ് അല്ലാത്ത ആൾക്കാരെ അവർക്ക് കൂടുതൽ മൂല്യങ്ങൾ പകർന്നു കൊടുക്കുവാനും ഇതിൻ്റെയൊക്കെ പ്രാധാന്യം പകർന്നു കൊടുക്കുവാനും അവരെക്കാൾ അതിന് പ്രാപ്തരായവർ ചുറ്റുമുള്ള നമ്മൾ ഓരോ സ്ത്രീകളും കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പെൺകുട്ടികളെ നന്നായി വളർത്തുവാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ മക്കളെ, ആൺകുട്ടികളെയും മക്കളെ എന്ന് പറഞ്ഞാൽ, പക്ഷെ പ്രത്യേകിച്ച് ഞാൻ പെൺകുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത്. ഈ സമൂഹത്തിൻ്റെ കെട്ടുറപ്പ് തന്നെ സ്ത്രീകളുടെ കൈകളിലാണ്, നല്ല ചിന്തകളിലാണ്, അവരുടെ നല്ല പ്രവൃത്തികളിലാണ് എന്നുള്ള ബോധ്യം ആദ്യം എല്ലാവർക്കും ഉണ്ടാകണം. സ്ത്രീകളോടല്ല, എനിക്ക് പുരുഷന്മാരോടാണ് പറയാനുള്ളത്. ഈ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് പുരുഷന്മാർ അവർക്കുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. പലപ്പോഴും ആ മാർജിനലൈസേഷൻ ഇന്നുമുണ്ട് പല രംഗങ്ങളിലും. നല്ല നേതാക്കന്മാരുണ്ടെങ്കിൽ അവരെ വളർത്തുവാൻ, അല്ലേ എനിക്ക് കിട്ടിയ പോലെ ഒരു അവസരം മറ്റുള്ളവർക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകാറുണ്ട്. അപ്പോൾ ഞാൻ തന്നെയല്ല, അതിപ്പോൾ സഭയുടെ ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും ഓരോ ഇടവകയിലും ഒരുപാട് നല്ല സ്ത്രീകളെ പ്രവർത്തിക്കാൻ സന്നദ്ധരായി. ഇനിയിപ്പോൾ അവർക്ക് സന്നദ്ധത ഇല്ലെങ്കിൽ കൂടി അവരിലേക്ക് ഐഡിയ പകർന്ന് നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് ആവശ്യപ്പെട്ട് അവരെ മുന്നേക്ക് കൊണ്ടുവരികയും, സ്ത്രീകൾക്ക് പിന്നെ പറയാനുള്ളത് സമയമില്ല എന്നുള്ളതാണ്. അതിനോട് എനിക്ക് വളരെ വിയോജിപ്പുള്ളൊരു വ്യക്തിയാണ്. നമുക്ക് സമയമുണ്ട്, അത്യാവശ്യമുള്ള സമയം നന്നായി കുറച്ചൊരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഓരോ സ്ത്രീയും പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഒരുപാട് കഴിവ്, ഒരുപാട് ശക്തി സ്ത്രീകൾക്കുണ്ട്. അത് മനസ്സിലാക്കണം ഓരോരുത്തരും. വെറുതെ സമയം കളയരുത്. ആർക്കെങ്കിലും ഒരു നന്മ പ്രവർത്തിക്കുന്ന രീതിയിൽ തന്നെ കുറച്ച്
കുറച്ച് സാക്രിഫൈസ് ഒക്കെ വേണ്ടി വരും. ഇപ്പോൾ ഈ സെൽഫിഷ്നെസ് കൂടുമ്പോഴാണ്, ഈ അവനവനിസം കൂടുമ്പോഴാണ് ഞാൻ എൻ്റെ കുടുംബം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്കില്ലേ, ഞാൻ ഇടപഴകുന്ന സമൂഹം, അതിന് പുറത്ത് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങൾ അതിർത്തികളിലേക്ക് പോവാതിരിഞ്ഞാൽ, അതിന് ഞാൻ പറയുക, നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമതിലിനപ്പുറത്തേക്ക് ഒന്ന് നോക്കുക. ഒരുപാട് ആവശ്യങ്ങളുണ്ടാകും, പല വിധത്തിലുള്ള ആവശ്യങ്ങളായിരിക്കാം. പണത്തിൻ്റെ ആവശ്യം ചിലപ്പോൾ വരും, നമ്മുടെ സമയത്തിൻ്റെ ആവശ്യം ചിലപ്പോൾ വരും, ഇല്ലെങ്കിൽ നമ്മൾക്കിൻ്റെ അറിവ് പകർന്നു കൊടുക്കുന്നതായിരിക്കാം ചിലപ്പോൾ വരുന്നത്. ചിലപ്പോൾ അങ്ങനെ ഒരുപാട് തലങ്ങളിൽ നമുക്ക് പരസ്പരം സഹായിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പരസ്പര സഹായം ആവശ്യമാണ്, ഒറ്റയ്ക്കുള്ളതല്ല പ്രവർത്തനം. തീർച്ചയായും മാഡത്തിൻ്റെ ജീവിത യാത്രയിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയും നടത്തിപ്പും ഉണ്ടെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും ദാനങ്ങളും ധാരാളമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാഡത്തിന് പ്രതിരോധത്തിൽ ധീരതയും സഹനത്തിൽ ക്ഷമയും അധ്വാനത്തിൽ ദൃഢതയും ആശംസിച്ചുകൊണ്ട് ഒരുപാട് നന്ദി, നമസ്കാരം.